കുറേ ദിവസങ്ങളായി രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് മുടങ്ങുകയാണ്. ആ മുടങ്ങുന്നതിൻ്റെ കാരണം നിങ്ങൾ കേട്ടാൽ വളരെ കൗതുകമായി തോന്നും. ഒറ്റ വിഷയത്തിലാണ് പാർലമെൻറ്റ് സ്തംഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ അമേരിക്ക കുറ്റവാളിയായി പ്രഖ്യാപിച്ച പല രാജ്യങ്ങളിലെ റിപ്പോർട്ടുകളും പലതരം ഫ്രോഡുകളും അത്തരം കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിച്ച നമ്മുടെ ഇവിടുത്തെ സെബിയുടെ പോലും ഉന്നത ഉദ്യോഗസ്ഥർക്ക് പലതരത്തിലുള്ള ബന്ധമുണ്ടെന്ന് പല ക്രെഡിബിൾ ഫോറിൻ റിപ്പോർട്ടുകളും പുറത്തുവിട്ട അദാനിയെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്ന് പറയുന്നിടത്താണ് പാർലമെൻറ്റ് സ്തംഭിച്ചിരിക്കുന്നത്. എന്ന് മാത്രവുമല്ല, നമ്മുടെ ഡൽഹിയുടെ മുഖ്യമന്ത്രി കെജ്രിവാൾ പറഞ്ഞതാണെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്ന മുഴുവൻ മയക്കുമരുന്നും അതുപോലെയുള്ള സംഭവങ്ങളുമൊക്കെ വരുന്നത് ഗുജറാത്ത് പോർട്ട് വഴിയാണെന്നും അത് അദാനിയുടേതാണെന്നുമാണ് പറയപ്പെടുന്നത്. ചുരുക്കത്തിൽ അദാനിയെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ത്യയിലെ ജനപ്രതിനിധികൾക്ക് അവകാശമില്ലെന്ന് സാരം. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം സുപ്രിയോ സർക്കാർ എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ കൂടിയായ ബ്ലോഗർ ഇട്ടൊരു പോസ്റ്റാണ്. സെബി ഒഫീഷ്യൽ അനിത അനൂപ് who issued show-cause notices to Adani Group cause got abruptly transferred. അദാനി ഗ്രൂപ്പിന് നോട്ടീസ് കൊടുത്ത സെബിയുടെ ഒരു ഒഫീഷ്യൽ വളരെ പെട്ടെന്ന് ട്രാൻസ്ഫറായി എന്നാണ് പറയുന്നത്. എന്താണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്? ഒരു വശത്ത് കടുത്ത വർഗീയ ധ്രുവീകരണത്തിലൂടെ മനുഷ്യരെയൊക്കെയും ഭിന്നിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പറഞ്ഞ് അടിയോടടി നടക്കുന്നു. അമ്പലങ്ങളുടെ അടിവാരം തോണ്ടുന്നു. ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുന്നു. വഖഫ് ബോർഡുകൾ അടക്കമുള്ളവയൊക്കെ പലതരത്തിൽ രൂപപ്പെടുത്തുന്നു. മതസ്ഥാപനങ്ങളെ മതിലുകൾ ഇടിക്കുന്നു, ഭിത്തി ഇടിക്കുന്നു, JCB ഉപയോഗിച്ച് നീതി നടപ്പിലാക്കുന്നു, റോളറുകൾ ഇറക്കി എല്ലാം ഭദ്രമാക്കുന്നു. ഇതൊരു വശത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ ആസക്തരായി നമ്മളെല്ലാവരും കൂടി ചേർന്ന് വലിയ ബഹളങ്ങളും വലിയ ഒച്ചപ്പാടുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പലതരത്തിലും പല രൂപത്തിലും ഒക്കെ. മറുവശത്തോ കച്ചവടത്തോട് കച്ചവടം, എയർപോർട്ടുകൾ, പിന്നെ ഗവേഷണ സ്ഥാപനങ്ങൾ, പിന്നെ എന്ന് വേണ്ട എന്തെല്ലാമുണ്ടോ. എന്തിന് ധാതു മിനറൽസ് അടക്കമുള്ളവ മുഴുവൻ പല രൂപത്തിലും ഭാവത്തിലും ലേലമെന്ന പേരിൽ കോർപ്പറേറ്റുകൾ ഒരുപാട് പേരുണ്ടെന്നുള്ള പേരിൽ ഏറ്റവും കൂടിയ പങ്ക് നൽകി അദാനി ഗ്രൂപ്പിനെ സന്തോഷിപ്പിച്ച് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ കേസെടുപ്പും വിവാദങ്ങളും ഒക്കെ നടക്കുന്നത് അന്യരാജ്യങ്ങളിലാണ്. ശ്രീലങ്കയിൽ പരാതി ഉയർന്നിരുന്നു. അമേരിക്കയിൽ ഇപ്പോൾ ക്രൈം കേസ് തന്നെ ചാർജ് ചെയ്തു, ഫ്രോഡ് കേസ്. ഇതിനു മുമ്പാകട്ടെ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട ഒരു വിസിൽ ബ്ലോയിങ് കമ്പനി വളരെ കൃത്യമായി അദാനി ഗ്രൂപ്പിൽ നടക്കുന്ന ഈ ഫ്രോഡുകളെ സംബന്ധിച്ച് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു. അത് അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയ നമ്മുടെ രാജ്യത്തെ ഇതൊക്കെ നോക്കുന്ന സെബിയുടെ ചെയർപേഴ്സൺ തന്നെ ആരോപണ വിധേയയായി. അവർക്കും ഇതിൽ ഓഹരി ഉണ്ടെന്നുള്ള ചർച്ച വന്നു. ഇതൊക്കെ വന്നിട്ടും ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ ജയിച്ച MP-മാർക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ യാതൊരു അവസരവുമില്ല. അത് നൽകില്ല, നിർബന്ധമാണ്. അത് നൽകിയാൽ ഒരുപക്ഷെ ഒരുപാട് വിഷയങ്ങൾ പുറത്തു വന്നിട്ട് വരാമായിരിക്കും, എനിക്കറിയില്ല. അല്ലെങ്കിൽ എന്തിനാണ് നൽകാതിരിക്കുന്നത്? ഈ രാജ്യത്ത് പല കുംഭകോണങ്ങളും നടന്നപ്പോൾ പാർലമെൻറ്റ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയെ നിയോഗിച്ചു പഠിക്കാൻ. അവിടുന്ന് റിപ്പോർട്ടുകൾ സമർപ്പിച്ചു. നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിമാരെക്കുറിച്ച്, നമ്മുടെ രാജ്യത്തിൻ്റെ പലരെക്കുറിച്ച് നേരിട്ടുള്ള ആരോപണങ്ങളൊക്കെ വന്നപ്പോൾ അത്തരം ജനാധിപത്യ മാർഗങ്ങൾ സ്വീകരിച്ചുവെങ്കിൽ അതിനെല്ലാം ഘടകവിരുദ്ധമായിട്ടാണ് ഇന്ന് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി കൂടി വേണം ഇത് കാണാൻ. ഒരു സെബി ഒഫീഷ്യൽ ഈ പറഞ്ഞതുപോലെ ഷോക്കോസ് നോട്ടീസ് കൊടുത്താൽ അവരെ തെറിപ്പിച്ച് കാലുമടക്കി അടിച്ച് ദൂരോട്ട് കളയുകയാണ്. അവിടെയാണ് രജ്ദീപ് സർദേശായിയുടെ പുസ്തകത്തിൽ പറയുന്നത്, ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയക്കാരനെ മാത്രമാണ് അദാനിക്ക് വിലക്കെടുക്കാൻ കഴിയാത്തത്. അയാളുടെ പേര് രാജീവ് ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും മകനായ രാഹുൽ ഗാന്ധിയാണ്. അതെ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെയാണ്.